ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണുള്ളത്. 3 to 6 months ഓൾഡ് ബേബീസിൻ്റെ ബൂട്ടിയാണ് ചെയ്യുന്നത്. ഇത് ഷനിൽ യാണിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്ലിപ്പ് നോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി ഞാനിവിടെ സ്ലിപ്പ് നോട്ട് കൊടുത്തു. ഇനി ആർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് സ്ലിപ്പ് നോട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഹൂക്കും യാണും എടുത്ത് ഇതേപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് ഹൂക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി യാൺ ഇതിനൊക്കെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് വീണ്ടും ഹൂക്കിൽ യാൺ ചുറ്റി അതിനകത്തൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ സ്ലിപ്പ് നോട്ട് ആയിട്ടുണ്ട്. സ്ലിപ്പ് നോട്ട് ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല, ഇതേപോലെ ലൂസായിട്ട് തന്നെ കിടക്കണം. എന്നാൽ ഒത്തിരി ലൂസ് ആവാനും പാടില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷനീൽ യാണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് നൂലുണ്ടാവും. അതിൻ്റെ പുറത്താണ് ഈ പഞ്ഞി പോലത്തെ സംഭവം ഇരിക്കുക. അതിങ്ങനെ ഊരി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നൂല് അറ്റം ഇങ്ങനെ എടുത്തിട്ട് 1-2 തവണ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ നല്ല സെക്യൂർ ആയിട്ട് ഇത് ഇരിക്കും. ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഊരി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം നമുക്കിനി വർക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് 8 ചെയിൻ ഇട്ട് കൊടുക്കണം. ചെയിൻ 1, ചെയിൻ 2, 3, 4, 5, 6, ചെയിൻ 7, ചെയിൻ 8. അപ്പോൾ നമ്മൾ 8 ചെയിൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൂക്കിൽ നിന്നും ആദ്യത്തെ ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്യണം. ഇതാണ് ഹൂക്കിൽ നിന്നും ആദ്യത്തെ ചെയിൻ. അത് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിൻ മുതലാണ് നമ്മളിനി വർക്ക് ചെയ്യുക. 1, 2, 3, 4, 5, 6 6 ചെയിനിൽ നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെയിനിൽ, അതായത് ഹൂക്കിൽ നിന്നും രണ്ടാമത്തെ ചെയിനിലേക്ക് നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ നമ്മളൊരു സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത 5 ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഒന്ന് ചെയ്തു, ഇനി രണ്ടാമത്തതാണ്. രണ്ടാമത്തെ ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പം നമ്മൾ 6 ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്കുള്ള ലാസ്റ്റ് ചെയിൻ ഉണ്ട്. ലാസ്റ്റ് ചെയിനിൽ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതായത് ഒരു ചെയിനിൽ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യും. ആദ്യത്തെ HDC ചെയ്യുകയാണ്. അടുത്തത് രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. രണ്ടെണ്ണം ചെയ്തു. മൂന്നാമത്തെ ചെയ്യാണ്. മൂന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. നേരത്തെ ടെയിലിൻ്റെ ഇവിടെ കിടപ്പുണ്ട്. അത് ഇവിടെ ഒതുക്കി പിടിച്ച് അതോട് ചേർത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. മൂന്നാമത്തത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു റൗണ്ട് കറങ്ങി അടുത്ത സൈഡിലേക്ക് എത്തും. അടുത്തത് നാലാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. നമ്മുടെ ടെയിലിൻ്റെ ഇതേപോലെ ചേർത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടെ 1, 2, 3, 4, 5 അടുത്ത 5 ചെയിനിൽ നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ആദ്യത്തെ ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് HDC കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത മൂന്നാമത്തെ ചെയിനിൽ
ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. നാലാമത്തെ ചെയിൻ, ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ലാസ്റ്റ് അഞ്ചാമത്തെ ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെയിനും കൂടെ ബാക്കിയുണ്ട്. ഈ ഒരു ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷയാണത്. ഇനി സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷേ. ഇപ്പോൾ നമ്മുടെ ബൂട്ടിയുടെ സോൾ പാർട്ടിൻ്റെ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ആ ഒരു സ്പേസിലേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ആയിരുന്നു. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട്, ബൂട്ടിയുടെ ഫസ്റ്റ് റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ നല്ല വശം, ഇത് ചീത്ത വശവുമാണ്. സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ചെയിൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചെയിൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോയിൽ എടുത്തിട്ടില്ല. ചെയിൻ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് അതേ സ്പേസിൽ, അതായത് ഇതിൻ്റെ ഈ ഒരു സ്പേസിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സെയിം സ്പേസിൽ തന്നെയാണത്. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, അതിലൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി നമുക്കിവിടെ 5 സ്റ്റിച്ചസ് കൗണ്ട് ചെയ്തെടുക്കാം. 1 2 3 4 5. അടുത്ത 5 സ്റ്റിച്ചസിൽ നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യും. ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത 6 ചെയിൻസ് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 6 ചെയിൻസിൽ നമ്മൾ ഓരോ ചെയിനിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യും. ഇപ്പം ഞാൻ ഓൾറെഡി 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി മൂന്നാമത്തേതാണ്. അടുത്തത് 4ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്ത ലാസ്റ്റ് 5ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, അപ്പം നമ്മൾ 5 ചെയിനിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്തു. ഇനി അടുത്ത 6 ചെയിനിൽ, അടുത്ത 6 സ്റ്റിച്ചസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള 5 ചെയിനിലും കൂടി നമുക്ക് 2 എണ്ണം വീതം ചെയ്തെടുക്കാം. ഓക്കെ, കഴിഞ്ഞു. 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്തു. ആ ഒരു റൗണ്ട് കറങ്ങി അടുത്ത സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 5 സ്റ്റിച്ചസ് ഒന്ന് കൗണ്ട് ചെയ്തെടുക്കാം. 1 2 3 4 5. ഈ 5 സ്റ്റിച്ചിൽ നമുക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യണം. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത 2 സ്റ്റിച്ചസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യും. ഓക്കെ, നമുക്ക് ആദ്യത്തെ 5 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഫസ്റ്റ് HDC, സെക്കൻഡ് HDC, third HDC, fourth HDC, last 5th HDC.
ഓക്കെ, അപ്പം നമ്മൾ 5 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനിയുള്ള 2 സ്റ്റിച്ചസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യണം. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ആണിത്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചിൽ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷേ, രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഇനി നമ്മുടെ ഈ റൗണ്ടിൽ 28 സ്റ്റിച്ചസ് ഉണ്ടോ എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. നമ്മൾ രണ്ടാമത്തെ റൗണ്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും സ്റ്റിച്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. മറ്റു യാണുകളെ അപേക്ഷിച്ച് ഷനീൽ യാണിൽ നമ്മൾ യാൺ ഊരി സ്റ്റിച്ചസ് ഊരി പിന്നെയും ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഓരോ സ്റ്റിച്ചും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആദ്യം ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷയിൽ സ്റ്റിച്ച് മാർക്കർ ഒന്ന് ഊരി എടുത്തിട്ട് നമുക്ക് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷൂസ് ബൂട്ടീസും ഇതേപോലെ ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്നുണ്ട്. ഇത് നമ്മുടെ സോൾ പാർട്ടാണ്. ഇത് ഇന്നർ സൈഡാണ്. ഇതാണ് ഔട്ടർ സൈഡ് വരിക. മൂന്നാമത്തെ റൗണ്ടാണിത്. നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. നമ്മൾ സോൾ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡ് സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ആ ചെയിൻ ഇട്ട് കൊടുത്ത അതേ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ 28 സ്റ്റിച്ചസ് ആയിരുന്നു ചെയ്തത്. അപ്പം അതിൽ ഒരു സ്റ്റിച്ചിൽ നമ്മളിവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ബാക്കിയുള്ള 27 സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യണം. ആദ്യത്തെ സിംഗിൾ ക്രോഷയിൽ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് 27 എണ്ണം ചെയ്തിട്ട് കാണാം. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 28 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തത്. ഇത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ചെയിനാണ്. അത് കഴിഞ്ഞ് വന്ന സിംഗിൾ ക്രോഷയാണിത്. സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് അതിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് മൂന്നാമത്തെ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ റൗണ്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കണം ആദ്യമേ. ഓക്കെ, ചെയിൻ ഇട്ട് കൊടുത്തു. നമ്മൾ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും ബൂട്ടിയുടെ ഒരു ഷേപ്പായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിനി നേരത്തെ ചെയ്ത അതേ സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ആ സിംഗിൾ ക്രോഷയിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് സിംഗിൾ ക്രോഷേ, ഫോർത്ത് സിംഗിൾ ക്രോഷേ, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷേ, സിക്സ്ത് സിംഗിൾ ക്രോഷേ. One, two, three, four, five, six.
അപ്പം 6 എണ്ണത്തിൽ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇനി ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ആണ്. എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇത് കണ്ടോ, 2 സ്റ്റിച്ചസിനകത്തേക്കാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്യുക. ഫസ്റ്റ് ഇതേപോലെ ഒന്ന് ഹൂക്കിൽ ചുറ്റിയെടുക്കുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ചിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ചുറ്റി പുറത്ത് കൊണ്ടുവന്നു. ഇപ്പം നമ്മുടെ ഹൂക്കിൽ 3 ലൂപ്പാണുള്ളത്. വീണ്ടും യാൺ ഓവർ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ചുറ്റി പുറത്ത് കൊണ്ടുവന്നു. ഇപ്പം നമ്മുടെ ഹൂക്കിൽ 5 ലൂപ്പാണുള്ളത്. വീണ്ടും ഹൂക്കിലെ യാൺ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് 5 ലൂപ്പിനകത്തൂടെയും പുറത്തേക്ക് കൊണ്ടുവരിക. കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് നമ്മൾ ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ആദ്യം നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്തു. പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത 2 സ്റ്റിച്ച് ചേർത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്യുക. പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത 2 സ്റ്റിച്ച് ചേർത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ, ഹാഫ് ഡബിൾ ക്രോഷ്യ. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ, ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ മൊത്തം 4 തവണയാണ് നമ്മളിത് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ നമുക്ക് ചെയ്യാം. അഞ്ച് ലൂപ്പായിട്ടുണ്ട്. 5 ലൂപ്പ് കൂടെ ചേർത്ത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദറായി. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. കഴിഞ്ഞു. ഇപ്പോൾ ആ ഒരു സെറ്റ് നമ്മൾ 2 തവണ ചെയ്തു. ഇനി മൂന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്യാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ മൂന്നാമത്തെ തവണയാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഫോർത്ത് ടൈം ചെയ്യുകയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ. 4ാമത്തെ തവണ ചെയ്യുകയാണ്. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ അടുത്ത സ്റ്റിച്ചിൽ ചെയ്യണം. ഓക്കെ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തു. ഒരു ബൂട്ടിയുടെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത്. ഞാൻ മുന്നേ ചെയ്ത് വെച്ച ഒരു ബൂട്ടിയും കൂടെ എടുത്ത് കാണിച്ചു തരാം. എന്നാണ്ടേ ഈ ഒരു സ്റ്റിച്ചസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അടുത്ത 9 സ്റ്റിച്ചസിലേക്ക് 9 സ്റ്റിച്ചസിലേക്ക് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കണം. ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ആണ്. സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സിംഗിൾ ക്രോഷ്യ, സെവൻത് സിംഗിൾ ക്രോഷ്യ, എയ്ത്ത് സിംഗിൾ ക്രോഷ്യ, നയൻത് സിംഗിൾ ക്രോഷ്യ. ഇപ്പം നമ്മൾ 4ാമത്തെ റൗണ്ടിൽ മൊത്തം 24 സ്റ്റിച്ചസാണ് നമ്മൾ ചെയ്തത്. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കണം 24 സ്റ്റിച്ചസ് ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അടുത്ത് നമ്മൾ റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെയിൻ ഇട്ട് കൊടുത്ത് അതേ സ്പേസിലേക്ക് തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. ഓക്കെ, സിംഗിൾ ക്രോഷ്യ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി
ഇനി നമുക്ക് അടുത്ത 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. 1 2 3 4 നാലാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. 5 6 6 സിംഗിൾ ക്രോഷ്യ നമ്മളിപ്പോൾ ചെയ്തു. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. മൊത്തം നമ്മൾ 6 അല്ല 7 സിംഗിൾ ക്രോഷ്യയാണ് ഇവിടെ ചെയ്തത്. ആദ്യത്തേതിൽ നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ 2 ടുഗദർ ആണ്. അടുത്ത 2 സ്റ്റിച്ച് ജോയിൻ ചെയ്താണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്യുക. ഈ 2 സ്റ്റിച്ചസിലായിട്ടാണ് സിംഗിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ചുറ്റി പുറത്തേക്ക് കൊണ്ടുവന്നു. വീണ്ടും രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ചുറ്റി പുറത്ത് കൊണ്ടുവന്നു. 3 ലൂപ്പാണ് ഉള്ളത്. 3 ലൂപ്പിലും കൂടി യാൺ ചുറ്റി ഹൂക്ക് പുറത്തേക്ക് കൊണ്ടുവരിക. അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ആദ്യത്തെ നമ്മൾ ചെയ്തു. ഇനി ഒരു തവണ കൂടി ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്യണം. അടുത്ത 2 സ്റ്റിച്ചിലൂടെ ചേർത്ത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്യുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്തു. ഇനി നമ്മൾ അവസാനമായിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ 2 ടുഗദർ കൂടെ ചെയ്യണം. ഓക്കെ, നമ്മൾ സിംഗിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്തു. അപ്പോൾ നമ്മൾ 5ാമത്തെ റൗണ്ടിൽ ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുത്തു. ചെയിൻ ഇട്ട് കൊടുത്ത അതേ സ്പേസ് ഉൾപ്പെടെ മൊത്തം 7 സ്റ്റിച്ചസിൽ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു. പിന്നെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ 2 ടുഗദർ ചെയ്തു. പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ 2 തവണ ചെയ്തു. പിന്നെ സിംഗിൾ ക്രോഷ്യ 2 ടുഗദർ ഒരു തവണ കൂടെ ചെയ്തു. ഇനി നമുക്ക് 9 സ്റ്റിച്ചസ് കൂടി ബാക്കിയുണ്ട്. ഈ 9 സ്റ്റിച്ചസിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ 9 സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ ഒരു റൗണ്ട് കറങ്ങി ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ എടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ ഒരു റൗണ്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഊരി മാറ്റി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 5th റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് 6ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയിൻ ഇട്ട് കൊടുത്ത അതേ സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഷൂസോ ബൂട്ടീസോ ഒക്കെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാമത്തത് ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സൈസ് ഓക്കെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അവസാനം എത്തിയിട്ട് ഒന്നേന്നല്ല അഴിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചസ് രണ്ടും നമ്മൾ ഒരേ സ്റ്റിച്ചസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ യാണിൽ കൊടുക്കുന്ന ടെൻഷൻ അനുസരിച്ച് ഓരോ സ്റ്റിച്ചിലും സൈസ് കൂടുകയോ ലൂസ് ആവുകയോ കുറച്ച് ടൈറ്റ് ആവുകയോ ചെയ്തെന്ന് വരാം. അപ്പം അതനുസരിച്ച് നമ്മുടെ ഷൂസിൽ സൈസ് വ്യത്യാസം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് തുടക്കത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവസാനമുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയാണിത്. അടുത്ത രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ഇവിടെ ചെയ്യുകയാണ്. ഓക്കെ, 2 സിംഗിൾ ക്രോഷ്യ ഞാൻ ഇവിടെ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്.
ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത 6 സ്റ്റിച്ചസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അടുത്ത 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്യേണ്ടത്. സ്റ്റിച്ചസ് ഫെമിലിയർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ 6 എണ്ണം ചെയ്തു. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ 2 ടുഗദർ ആണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഡബിൾ ക്രോഷേ 2 ടുഗദർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് യാൺ ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുത്തു. ഹൂക്കിൽ യാൺ ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും യാൺ ചുറ്റി പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പം നമുക്കിവിടെ 3 ലൂപ്പുണ്ട്. ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാൺ ചുറ്റി ഹൂക്ക് പുറത്ത് കൊണ്ടുവരും. പിന്നീട് നമ്മൾ യാൺ ചുറ്റിയിട്ട് അടുത്ത സ്റ്റിച്ചിനകത്തൂടെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുക ചെയ്യുന്നത്. വീണ്ടും ഹൂക്കിൽ യാൺ ചുറ്റി പുറത്ത് കൊണ്ടുവന്നു. ഇപ്പം നമുക്കിവിടെ 4 ലൂപ്പുണ്ട്. വീണ്ടും യാൺ ചുറ്റി ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്ത് കൊണ്ടുവന്നു. വീണ്ടും യാൺ ചുറ്റിയിട്ട് അവസാനത്തെ 3 ലൂപ്പിലൂടെയും പുറത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ഡബിൾ ക്രോഷേ 2 ടുഗദർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു തവണ കൂടി ചെയ്യണം. ഡബിൾ ക്രോഷേ 2 ടുഗദർ നമ്മൾ 2 തവണയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡബിൾ ക്രോഷേ 2 ടുഗദർ നമ്മളിവിടെ 2 തവണ ചെയ്തു. ഇനി നമുക്ക് സ്റ്റിച്ചസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ മൊത്തം ഇനി 9 സ്റ്റിച്ചസ് 9 സ്റ്റിച്ചസ് ആണ് ബാക്കിയുള്ളത്. അതിൽ 8 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ വീതവും അവസാനത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ വീതം നമുക്ക് ചെയ്യണം. ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ 8 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുകയാണ്. 8ാമത്തെ സ്റ്റിച്ചാണ്. 8ാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുകയാണ്. ലാസ്റ്റ് സ്റ്റിച്ച് കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ. അപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്തു. നമ്മൾ 6th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഷൂസിൻ്റെയൊക്കെ ഷേപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ റൗണ്ട് 7 മുതൽ 13 അല്ലെങ്കിൽ 11 റൗണ്ട്സ് വരെ നമ്മൾ ചെയ്യും. ആദ്യം ഞാനൊരു ചെയിൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ മുകളിലേക്ക് എത്ര റൗണ്ട് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ചെയിൻ ഇട്ട് കൊടുത്ത അതേ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. മുന്നത്തെ റൗണ്ടിൽ നമുക്ക് 20 സ്റ്റിച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റൗണ്ടിലും അടുത്ത 7 മുതൽ എത്ര റൗണ്ട് നമ്മൾ ചെയ്യുന്നു അത്രയും സിംഗിൾ ക്രോഷേ വീതം നമുക്ക് ചെയ്തു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത 19 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പം ഒരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7th റൗണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ ഞാൻ ചെയ്തത് ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുത്തു. അതേ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ കൊടുത്തു. പിന്നീട് ബാക്കിയുള്ള 19 സ്റ്റിച്ചസിലും ഒരു സിംഗിൾ ക്രോഷേ വീതം ചെയ്തു. അപ്പോൾ മൊത്തം 20 സിംഗിൾ ക്രോഷേ ആണ് ഇവിടെ വരിക. ഇതേ പാറ്റേണിൽ ഇനി നമുക്ക് ബൂട്ടിക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും റൗണ്ട്സ് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 11 റൗണ്ടാണ് ചെയ്യുന്നത്. 11 റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് യാൺ കട്ട് ചെയ്ത്
ടെയിലിൻ്റെ ബൂട്ടിയുടെ അകത്ത് വരുന്ന രീതിയിൽ കാണാതെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്